ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ +2 ട്രിപ്പിന്റെ ഡേ 1 ആണ്. 4 മണിക്ക് പോകാനുള്ള പാക്കിങ്ങും കഴിഞ്ഞ് 2:30 നമ്മളിനി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉറക്കച്ചടുപ്പിൽ മൂടില്ല. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മൈസൂരേക്ക് വണ്ടി വിളിച്ച് വരേണ്ടിയിരുന്നു പറഞ്ഞ് എന്നെ പുച്ഛിച്ച് തള്ളിയവരുടെ മുന്നിലേക്ക് ഞാൻ ഫസ്റ്റ് എത്തി. പക്ഷെ അതൊന്നും കാണാൻ ആരും വന്നില്ല. നമ്മൾ ബസ്സിൽ ഇരുന്ന് ഒരു 8:30 ആകുമ്പോൾ ചായ കുടിക്കാനുള്ള സ്ഥലത്ത് അതിനുശേഷം എല്ലാവരും ഓണായി ഡാൻസ് എല്ലാം കളിച്ച് ഞാനൊരു സൈഡിൽ പോയി ഇരുന്നേരം ഋത്വികന്റെ വീഡിയോ കണ്ട് എക്കാക്കിയല്ലേ എന്ന് 4 ആൾ ചോദിക്കണം എന്ന് പറഞ്ഞ എടുത്ത വ്ളോഗാണ്. പിന്നെ സ്വാഭാവികമായി എന്തേലൊക്കെ തിന്നണല്ലോ, ആരല്ലോ എന്തെല്ലോ തന്നു, ഞാൻ തിന്നു. എനിക്ക് കാണാൻ ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ള സ്ഥലമായിരുന്നു ഗോൾഡൻ ടെമ്പിൾ. ഇവിടുന്ന് ഒരു ഫോട്ടോ കിട്ടിയില്ല, ബട്ട് അതിലൂടെ ഒക്കെ പോകുമ്പോ ഏതെല്ലോ സ്കൂളിലെ കുട്ടികൾ വന്ന് യൂട്യൂബർ അല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഐ വാസ് ലൈക്ക് ഞാനോ എന്റെ കൂടെയോ. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു. ഓക്കെ കുഴപ്പമില്ല, ഇതെന്തായാലും വാങ്ങണം എന്ന് പറഞ്ഞിക്ക് മൈ കുഞ്ഞി പീക്കിരി. പിന്നെ നമ്മൾ ചളിവെള്ളമുള്ള ഒരു ഏതോ പാർക്ക്, അവിടെയുള്ള ട്രീ ഹൗസുമിലൊക്കെ പാഞ്ഞു കയറി ഫോട്ടോ വീഡിയോ ഒക്കെ എന്റെ ഒരു വീക്ക്നെസ് ആണ്. പക്ഷെ എന്റെ കൂടെ ഉള്ളവർക്കും അത് ഇഷ്ടമല്ല. ബട്ട് എല്ലെണ്ണത്തിന് മരത്തിലെല്ലാം കയറ്റി ഞാൻ ഫോട്ടോ എടുപ്പിന്ന് പോയാൽ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്ഥലം ഇതാണ്. എലിഫന്റിന്റെ എന്തോ ക്യാമ്പോ അങ്ങനെ എന്തോ. ആനപ്പാപ്പാനെ സോപ്പിട്ട് 100 രൂപേന്റെ തീറ്റ ഫ്രീ ആയിട്ട് കൊടുക്കാന്നൊക്കെയാണ് എന്റെ പ്ലാൻ. പക്ഷെ അയാൾ ഒരുമാതിരി നോക്കി മീശെല്ലാം പിരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അങ്ങ് ഈ സാധനം അടിപൊളിയാണ് കളിക്കാൻ. അതിനുശേഷം ഞാൻ ഫുള്ള് വർക്ക് മോഡിലായി. സൈലത്തിന്റെ കൊളാബറേഷനിലുള്ള വീഡിയോ ലൈവ് പോകേണ്ട ദിവസമായിരുന്നു. ഞാൻ ബസ് കുത്തിന്റെ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് ഫൈനൽ എഡിറ്റിംഗും ചെയ്ത് അത് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും DJ-ക്ക് ഇറങ്ങി അങ്ങ് തുള്ളി. ഒന്നും പറയാനില്ല, അടിപൊളി DJ. ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ടുള്ള ഏറ്റവും അടിപൊളി മൊമെന്റ് ഇതായിരുന്നു. എനിവേ നമ്മൾ ഏതെല്ലോ സമയം ഹോട്ടലിലൊക്കെ എത്തി റൂമെല്ലാം തുറന്ന് ഡ്രസ്സെല്ലാം മാറ്റി. ഇനി നാളത്തെ കാര്യം നാളെ.